നല്ല രാഷ്ട്രീയ പ്രസംഗം നടത്തേണ്ടിയിരുന്ന ഹംസ സാഹിബ് ഞങ്ങളിവിടെ ഉണ്ട് എന്ന് പറഞ്ഞു മെല്ലെ കുറച്ചുകൂടി പറയാവുന്നത് പറയാതെ നിർത്തിയിരിക്കുക. നമ്മുടെ KMCCയുടെ റിലീഫ് പ്രവർത്തനങ്ങളൊക്കെ കേരളം മുഴുവൻ മാത്രമല്ല, മുസ്ലിം ലീഗിൻ്റെ ഒരു രാഷ്ട്രീയ സ്പർശനമുള്ള എല്ലാ സ്ഥലത്തും ഇതുപോലെയുള്ള റിലീഫ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രോഗികളെത്തുന്ന മെഡിക്കൽ കോളേജിന് മുന്നിൽ ആയിരക്കണക്കിന് ആളുകൾ ഒരു ദിവസം കടന്നു വരുന്ന മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ പാവപ്പെട്ട രോഗികളെ സഹായിക്കാൻ നിലയുറപ്പിച്ചിട്ടുള്ള CH സെൻ്റർ സാമൂഹിക പ്രവർത്തകർക്ക് ഏറെ മാതൃകയുള്ളതാണ് എന്ന് എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അതുപോലെയാണ് നമ്മുടെ പാർട്ടിയുടെ സെക്രട്ടറിയും പാർലമെൻറ്റ് അംഗവുമായ പ്രിയപ്പെട്ട ബഷീർ സാഹിബ് തന്നെ നേരിട്ട് നേതൃത്വം നൽകി തിരുവനന്തപുരത്തും അത്തരത്തിലുള്ള ഒരു സ്ഥാപനം തുടങ്ങി. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വളരെ നല്ല രീതിയിൽ അത് നടക്കുക. തിരൂരിൽ താലൂക്ക് ആശുപത്രിയുടെ മുന്നിൽ CH സെൻ്ററുണ്ട്, തിരൂരങ്ങാടിയിലുണ്ട്. അങ്ങനെ കേരളത്തിലെ എല്ലാ പാവപ്പെട്ട ആളുകൾക്കും ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ അവരെ സഹായിക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറയാൻ ധൈര്യം കാണിച്ച് നിലയുറപ്പിച്ചിട്ടുള്ള ഈ പ്രസ്ഥാനം കരുണയുടെ, സ്വാതന്ത്ര്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒരു ചേരിയാണ് എന്ന് എല്ലാവർക്കും ഇന്ന് ബോധ്യമായിരിക്കുക. 62 കൊല്ലം ഈ രാജ്യത്ത് പ്രവർത്തിച്ച പാർട്ടി അതിൻ്റെ രാഷ്ട്രീയമായ നല്ല നിലപാടുകൾ കൊണ്ടും അതിൻ്റെ നല്ല പ്രവർത്തനങ്ങൾ കൊണ്ടും ഈ രാജ്യം മുഴുവൻ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നല്ല സമയം. നമ്മളാരും ഇങ്ങനെ കരുതിയിരുന്നില്ല. പറയുമ്പോൾ നമ്മളൊക്കെ അങ്ങനെ പറയുമെങ്കിൽ പോലും ഇത്രയും വലിയ ഒരു സ്വീകാര്യത നമുക്ക് ഇത്രയും പെട്ടെന്നുണ്ടാകുമെന്നൊന്നും നമ്മൾ നനച്ചിരുന്നില്ല. കാരണം നമ്മൾ പറഞ്ഞിട്ടുള്ള ആ രാഷ്ട്രീയത്തിൻ്റെ ആ നല്ല നാളുകൾ, ആ രാഷ്ട്രീയ വരിയിൽ നമ്മൾ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യകാരണങ്ങളെല്ലാം തന്നെ ഇന്ത്യയിലെ എല്ലാവർക്കും ഇന്ന് ബോധ്യമായപ്പോൾ എല്ലാവരും മുസ്ലിം ലീഗിനെ സ്നേഹിക്കുവാനും ഈ പാർട്ടിയിൽ ചേരുവാനും ചേർക്കുവാനും ഒക്കെ നല്ല നിലയിൽ ആളുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലത്തും ആളുകൾ ഓരോ യോഗത്തിലും 5ഉം 6ഉം മെമ്പർഷിപ്പ് കൊടുക്കുന്ന യോഗങ്ങളാണ് ഇപ്പോൾ അടുത്ത കാലത്തുള്ളത്. ഇനി ഇവിടുന്നൊക്കെ വരാൻ പാടുണ്ടോ എന്നൊന്നും യാതൊരു നിബന്ധനയില്ല. ഈ മുസ്ലിം ലീഗിൻ്റെ കൊച്ചു ഭവനം വളരെ വിശാലമായ മനസ്സോടുകൂടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആർക്കും ഏതൊരു സമയത്തും ഈ രാഷ്ട്രീയ സംസ്കാരത്തിൽ കണ്ണിയാകാൻ കഴിയുന്ന രീതിയിൽ നല്ല ഒരു രാഷ്ട്രീയ സമീപനമുള്ള പാർട്ടിയായി മുസ്ലിം ലീഗിൻ്റെ പന്തൽ കെട്ടി കാത്തിരിക്കുമ്പോൾ കേരള സംസ്ഥാനത്ത് മുസ്ലിം ലീഗിൻ്റെ പന്തൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന സാഹചര്യം നമുക്കൊക്കെ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക. എത്ര ആളുകളാണ് വരുന്നു എന്ന് മാത്രമല്ല, വരുന്നവരൊക്കെ ഏത് മാളത്തിൽ നിന്നാണ് വരുന്നത് എന്നറിയുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഗൗരവം അറിയുന്നത്. ശ്യാംസുന്ദർ എന്ന് പറയുന്ന DYFIയുടെ അഖിലേന്ത്യാ കമ്മിറ്റി അംഗമാണ്. ആ സാധുവിൻ്റെ മുടി അങ്ങനെ നിരച്ചത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ചിന്തിച്ചിട്ട്. ഞാൻ കഴിഞ്ഞ 5-ാം തീയതി അയാളുടെ നാട്ടിലൊരു പൊതുയോഗത്തിന് പോയിരുന്നു. നമ്മുടെ കായംകുളത്താണ് അയാളുടെ വീട്. അപ്പോൾ ഞാനവിടെ ചെന്നു. പരിപാടി ഞാൻ എൻ്റെ പ്രസംഗം ആരംഭിച്ചപ്പോഴാണ് ഇയാൾ വന്നത്. അപ്പോൾ ഇയാൾ വന്നപ്പോൾ വളരെ വലിയ ബഹുമാനം. അപ്പോൾ ഞാൻ ജില്ലാ സെക്രട്ടറിയോട് ചോദിച്ചു, വന്നതുകൊണ്ടാവില്ലേ ഒരു സന്തോഷത്തിനാവുന്നു? അപ്പോൾ എന്നോട് അയാൾ പറഞ്ഞു, ഇയാൾ നല്ല രാഷ്ട്രീയ മൂല്യമുള്ള മനുഷ്യനാണ്, പക്വതയുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്. പാവങ്ങളുടെയും സാധാരണക്കാരൻ്റെയും ഒക്കെ അവർക്ക് വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന, തൻ്റെ ചിന്തയും തൻ്റെ സമ്പത്തൊക്കെ ചെലവഴിക്കുന്ന ഒരു നല്ല ക്വാളിറ്റിയുള്ള രാഷ്ട്രീയക്കാരനാണ് ശ്യാംസുന്ദർ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരു വലിയ ബഹുമാനം ഈ നാട്ടുകാർക്ക് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു സന്തോഷം തോന്നി. വന്നവരാരും പേടായി പോയില്ലല്ലോ. വന്നവരൊക്കെ നല്ല ഊർജമുള്ള, നല്ല ബോധമുള്ള, രാഷ്ട്രീയ ധർമ്മങ്ങൾ അറിയാവുന്നവരാണ് എന്ന് പറയുമ്പോൾ അത്തരം ആളുകൾക്കൊക്കെ കയറി വരാൻ കഴിയുന്ന ഒരു പാർട്ടിയായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തിരൂരിലൊരു യോഗം ഉണ്ടായി.
അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങളൊരു 8:30 മണിയാകുമ്പോൾ വന്നാൽ മതി, ഇവിടെ ശ്യാംസുന്ദറും അയ്യപ്പൻ കോളാടും ചാരാത്ത് കോയ സാഹിബൊക്കെ ഉണ്ട്, നിങ്ങൾ എല്ലായിടക്കും ഒരു 9:30 ആകുമ്പോൾ വന്നോളി എന്ന് പറഞ്ഞു. ഞാനൊരു വേറെ യോഗത്തില്ല. ഞാനൊരു 9:45 വന്നപ്പോഴും അവിടെ പ്രസംഗം നിർത്തിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഏതായാലും ഇറങ്ങുന്നില്ല, കാരണം വന്നവർ മാത്രം പ്രസംഗിച്ചോട്ടെ. അപ്പോൾ അടുത്ത കാലത്തായി ലീഗിലേക്ക് വന്നവർ മാത്രം പ്രസംഗിച്ചൊരു യോഗം തിരൂർ ബസ് സ്റ്റാൻഡിൽ. ഈ ചാരാത്ത് കോയ എന്ന് പറയുന്ന താനൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് ചെയർമാനെ, അതിൻ്റെ പ്രതിപക്ഷ നേതാവ്, നെർമരുതൂർ പഞ്ചായത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ആർക്കും തകർക്കാൻ കഴിയാത്ത കോട്ടയായി നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച മനുഷ്യനാണ് ചാരാത്ത് കോയ. ഉംറ നിർവഹിക്കാൻ പോയപ്പോഴാണ് മൂപ്പർക്ക് സംഗതി മനസ്സിലായത്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഉംറ നിർവഹിക്കാൻ കാര്യം നല്ലതാ, നേരം പോകലെ വൃദ്ധവും. പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒരാൾ ഉംറ നിർവഹിച്ചു എന്ന് പറഞ്ഞാൽ ആ നേരം വെറുതായി എന്നല്ലാതെ വിശ്വാസപരമായി എന്ത് നേടാനാണ്? പാർട്ടി തന്നെ പറഞ്ഞു നിങ്ങളാരും അത് പറഞ്ഞിങ്ങോട്ട് വരണ്ട, ഇവിടെ നിങ്ങളെ സലാത്തും ഒരൂതൊന്നും ഇവിടെ ഇല്ല. പാർട്ടി പറഞ്ഞില്ല. KS മനോജ് പാർട്ടി തെറ്റിത്തിരുത്തൽ രേഖ വന്നപ്പോൾ KS മനോജ് ചോദിച്ചു, മതപരമായ അനുഷ്ഠാനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പാർട്ടി പറയുന്നുണ്ടല്ലോ, എന്താണ് അതിൻ്റെ ഒരു വിശദീകരണം? പോളിറ്റ് ബ്യൂറോ പറഞ്ഞു ഇപ്പോഴും മനസ്സിലായിട്ടില്ല വിശദീകരണം, ഇവിടെ നിങ്ങളെ മതപരമായ ഒന്നും ഇവിടെ നടക്കൂല. എന്നാൽ ലാൽസലാം ഞാൻ പോവുകയാണ്. ആരാ പറഞ്ഞത്? അരിവാൾ ചിറ്റുക നക്ഷത്രത്തിൽ ആലപ്പുഴ പോലുള്ള മണ്ഡലത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ JP പറഞ്ഞയച്ച KS മനോജ്. ചാരാത്ത് കോയ സാഹിബും പറഞ്ഞു ഞാൻ ഉംറക്കൊക്കെ പോയി മക്കളെ, ഇനി പോയതൊക്കെ ഏതായാലും പോയി, അള്ളാഹു പുറത്തു വരട്ടെ. ദൈവമില്ല എന്ന് പറഞ്ഞ് ലോകത്തുണ്ടാക്കിയ ഒരു പാർട്ടിയിൽ നിന്ന് ദൈവത്തിൻ്റെ കൂലിക്കായി ഉംറക്ക് പോകുക എന്ന് പറഞ്ഞാൽ എന്താ അപ്പം അതിൻ്റെ അർത്ഥം? അപ്പോൾ ഇത് എങ്ങനെയാണ് ഒത്തുപോയതെന്ന് അവർക്ക് ആർക്കും അറിയില്ല. അപ്പോൾ അയാൾ പറഞ്ഞു അയാളുടെ ഒന്നായിട്ട് പോയി. എത്ര ആളെ വന്നു? അദ്ദേഹത്തിൻ്റെ കൂടെ സുകുമാരൻ എന്ന് പറയുന്ന ഒരു നല്ല ചെറുപ്പക്കാരൻ വന്നു, നല്ല ഏബിളായ പയ്യനാണ്, ഒരു സാമൂഹ്യ പ്രവർത്തകൻ. NCPയുടെ ജില്ലാ സെക്രട്ടറി വന്നു, എത്രയോ ആളുകൾ. എന്നാൽ ആരോ പറഞ്ഞിട്ട് പഠിച്ചോൻ എങ്ങനെ ആകുമ്പോൾ നമുക്ക് നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല, നിങ്ങൾ ബേജാറാകട്ടെ, എല്ലാവരും വന്നോട്ടെ, നമുക്ക് അങ്ങനെ ഒതുങ്ങി നിൽക്കാം, അതിനൊന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, എല്ലാവരും വരട്ടെ. കാരണം എന്താ വെച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അതിൽ നിന്ന് വരുമ്പോഴാണ് ഒരു പ്രത്യേക സന്തോഷം. കാരണം എന്താ, നമ്മളെ കബറടക്കാൻ വേണ്ടി കാത്തിരുന്ന മനുഷ്യന്മാരാണ്, അങ്ങനെ അവർ ഉറപ്പാക്കിയ ആളുകളാണ്. നമ്മളത് എന്തെങ്കിലും ചെയ്തിട്ട് അവർ വേറൊരു പണിക്ക് തിരിഞ്ഞെന്നുള്ള അത്രയും നമ്മളെ ശ്രദ്ധിച്ചിരുന്ന ആളുകളാണ്. ആ പാർട്ടിയിൽ നിന്ന് എത്ര ആളാ പോണെന്ന് ഒരു കയ്യും കണക്കൂല, നിന്ന് ഓരോ ദിവസവും പോകും. അതും ചില്ലറക്കാരല്ലല്ലോ. ശ്യാംസുന്ദർ DYFIയുടെ സംസ്ഥാന കമ്മിറ്റിയിലെ 1, 2, 3 ശ്യാംസുന്ദർ. നമ്മുടെ അയ്യപ്പൻ കോളാൻ DYFIയുടെ ജില്ലാ ഭാരവാഹിയ മലപ്പുറത്ത്. എന്താണ് ആ സാധനം? ഞാൻ നിങ്ങളെ ഈ പാലക്കാട്ട് ഞാനൊരു പൊതുയോഗത്തിലുണ്ടായിരുന്നു. എന്ത് ദേശീയ മാർഗസ്ഥിരം എന്നറിയാം. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എന്തൊരു കടുത്ത പകയാണ്, എന്തേ അവർക്ക് ഇത്ര. നമ്മളെ കൂട്ടത്തിൽ വന്ന് ഇഞ്ഞൊന്ന് മനസ്സും പാകപ്പെടുത്തി എടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും വലിയ പകയാണ് കമ്മ്യൂണിസ്റ്റുകാരോട്. എന്താ കാരണം? അത് നിങ്ങൾക്കറിയാലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ടോ അവിടങ്ങളിലൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ ആ നേതാക്കന്മാർ വെറുതെ വിട്ടിട്ടില്ല. റഷ്യയിൽ കമ്മ്യൂണിസം തകർന്നപ്പോൾ സ്റ്റാലിൻ്റെയും ലെനിൻ്റെയും ഒക്കെ വലിയ പ്രതിമ ഉണ്ടായിരുന്നു. അത് ക്രൈൻ കൊണ്ടുവന്ന് വലിച്ചു താഴെയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് നൃത്തം ചവിട്ടിയിട്ടാണ് റഷ്യക്കാർ അതിൻ്റെ പ്രതികാരം തീർത്തത്. ആലോചിച്ച് നോക്കാൻ. ഇന്ദിരാഗാന്ധി തോറ്റപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ പ്രതിമ ആരും തകർത്തിട്ടില്ല. തോറ്റപ്പോൾ തന്നെ നമുക്കൊരു വിഷമമുണ്ടായിരുന്നു, എല്ലാവർക്കും പടച്ചോനെ. ഇങ്ങനെ കോൺഗ്രസ്സുകാരെല്ലാത്തവരും പറഞ്ഞു ആ ഇന്ദിരാഗാന്ധി അങ്ങനെ ഉണ്ടായിരുന്നു. എന്തൊക്കെയായാലും എന്നാൽ ഇവിടെ റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ പ്രതിമ തകർത്തു എന്ന് പറഞ്ഞാൽ സഹിക്കാൻ സാധ്യമല്ല. എങ്ങനെ സഹിക്കും? 8 ലക്ഷം ആളുകളെ കൊന്നു കുടിച്ചു മൂടിയ ഇന്തോനേഷ്യയിലെ സെലീം ഗ്രൂപ്പ് എന്ന് പറയുന്ന കമ്പനി, അതേ കമ്പനിക്ക് കമ്മ്യൂണിസ്റ്റുകാരനെ കൊന്ന് ഈ ഭൂമി കൊടുക്കണം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് ചെയ്യൂ? എന്തതിൻ്റെ എന്താ മനുഷ്യരല്ലേ അവരൊക്കെ? എന്തടിസ്ഥാനത്തിലാണ് ഇന്ന് ആ പാർട്ടിയിൽ ആള് നിൽക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തെങ്കിലും ഒന്നുണ്ടോ? എന്തു പറഞ്ഞതാണ് ശരിയായത്? ഇവിടെ അംസാക്ക പറഞ്ഞു, നിങ്ങൾ ആലോചിക്കണം, കാലത്തിന്റെ പഴി കേൾച്ചിട്ടില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ പാർട്ടി മുസ്ലിം ലീഗാണ്. ഒരു കാലവും പഴി ചാരിയിട്ടില്ല. ഒരു കാലഘട്ടത്തിൽ ജീവിച്ച നേതാക്കന്മാരെ കുറിച്ചും ആരും ഇന്ന് വരെ അവർ മോശക്കാരാണ് എന്ന് പറഞ്ഞില്ല എന്നതിനർത്ഥം കാലത്തിന്റെ ഒരു സന്ദർഭത്തിൽ പോലും പഴി കേൾക്കാത്ത രാഷ്ട്രീയ നേതൃത്വത്താൽ വിശുദ്ധമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് എല്ലാവർക്കും അറിയാം. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അങ്ങനെയുണ്ടോ? EMS നമ്പൂതിരിപ്പാട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ EMSനെ കുറ്റം പറഞ്ഞ സഖാക്കന്മാരുണ്ട്. ബാഫക്ക് തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ലീഗുകാരും ബാഫക്ക് തങ്ങളെ കുറ്റം പറഞ്ഞിട്ടില്ല,
പുറത്തുള്ളവരും ബാപ്പക്ക് തങ്ങളെ കുറ്റം പറഞ്ഞു. എന്ന് നോക്കണം, ഇതിൻ്റെയൊക്കെ ഒരു ക്രമം നിങ്ങൾ ആലോചിച്ചൊക്കെ, ഇതിൻ്റെയൊക്കെ ഒരു വിശുദ്ധികൾ ആലോചിച്ചൊക്കെ. അതല്ലല്ലോ ഈ പാർട്ടി എന്ന് പറയുന്നത്. വേറെ ഏതെങ്കിലും പാർട്ടി ഉണ്ടാക്കിയ പോലെയാണോ? ഇപ്പൊ നിങ്ങൾ ഉണ്ടാക്കിയ ഓരോ പാർട്ടി ആലോചിച്ചൊക്കെയാണ്. ഒരുപാട് പാർട്ടിയിൽ നിന്ന് വന്ന മനുഷ്യന്മാർ ഒത്തുകൂടി അവരുടെ പ്രയാസങ്ങളും അവരുടെ പ്രതിസന്ധികളും അവർക്ക് കിട്ടാത്ത ആനുകൂല്യങ്ങളൊക്കെ പറഞ്ഞു പെരുപ്പിച്ച് അവരുടെ ദേഷ്യത്തിൽ നിന്നുണ്ടാക്കിയ പാർട്ടിയാണ് കായികമലത്തിന്റെ പാർട്ടി. ആരോടും ദേഷ്യമുണ്ടായിട്ടില്ല, ആരോടും കണക്ക് ചോദിക്കാനില്ല, ആരെയും വ്യാകുലപ്പെടുത്താനില്ല, ആരെയും അസ്വസ്ഥനാക്കാനില്ല. ഇന്ത്യയിലെ 12 കോടിയോളം വരുന്ന മുസ്ലിം ജനതക്ക് അഭിമാനത്തോടെ ഈ രാജ്യത്ത് സ്വൈര്യമായി ജീവിക്കാൻ ജനാധിപത്യമാകുന്ന പോർക്കളത്തിൽ വോട്ടാകുന്ന രാഷ്ട്രീയം അനിവാര്യമാണ് എന്ന ബുദ്ധിയാണ് ഖായിദുൽ ലീഗ് ഉണ്ടാക്കിയത്. ആ ലീഗ് എന്ന് പറയുന്നത് അധികാരത്തിന് വേണ്ടിയായിരുന്നില്ലല്ലോ. അധികാരങ്ങളെ മാറ്റി നിർത്തിയിട്ടല്ലേ പാർട്ടി ഉണ്ടാക്കിയത്. ഇന്നത്തെ പാർട്ടികൾ അധികാരം കണക്ക് കൂട്ടിയിട്ട് ആ പാർട്ടി ഉണ്ടാക്കുന്നത്. എന്നാൽ ഖായിദുൽ പാർട്ടി ഉണ്ടാക്കിയത് അധികാരം മൈനസ് ചെയ്തിട്ടാണ്. തന്റെ മുന്നിൽ അധികാരങ്ങൾ വന്നു നിന്നല്ലോ. തന്റെ മുന്നിൽ മന്ത്രിസ്ഥാനങ്ങൾ വന്നു നിന്നില്ലേ? തന്റെ മുന്നിൽ അംബാസഡർ സ്ഥാനം വന്നു നിന്നില്ലേ? തന്റെ മുന്നിൽ പാർട്ടികളുടെ പ്രസിഡന്റ് സ്ഥാനം വന്നു നിന്നില്ലേ? ആ അധികാരങ്ങളുടെയും ജനങ്ങളുടെയും എല്ലാം ഇടയിൽ നിന്ന് മാറി ശൂന്യതയിൽ നിന്ന് ഒരാൾ പോലും ലീഗിനെ കുറിച്ച് പറയാത്ത ഒരു കാലത്ത്, ലീഗ് എന്ന് പറയുമ്പോൾ ഭയപ്പെട്ട ഒരു കാലത്ത്, ലീഗ് എന്ന് പറയുന്നത് രാജ്യത്തിന് അപകടമാണെന്ന് പറയുന്ന ഒരു കാലത്ത് കൈനിറയെ വന്ന അധികാരങ്ങൾ മാറ്റിവെച്ച് ശൂന്യതയിൽ നിന്ന് പാർട്ടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഖായിദുൽ ആലോചിച്ചതും ചിന്തിച്ചതും ഭൂമിയുടെ പുറത്തുള്ള കാര്യമല്ല, ഭൂമിയുടെ ഉള്ളിലുള്ള കാര്യമാണ്. അവിടെയാണ്. അപ്പൊ ഈ പാർട്ടി അത്രയും വിശുദ്ധമാണ്. ആ വിശുദ്ധമായ പാർട്ടിയിലേക്ക് ആളുകൾ ഇങ്ങനെ കടന്നു വരുന്ന മാത്രമല്ലോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ്. ഞാൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരോട് നിങ്ങൾ വിരോധമൊന്നും തോന്നരുത്. നിങ്ങളിപ്പോ ചങ്ങല പിടിക്കാനും ജയിലിൽ നിറക്കാനും പോകേണ്ട സമയമല്ല. നിങ്ങളിപ്പോ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ പോണവർക്ക് നല്ലൊരു യാത്രയെ കൊടുക്കാൻ വേണ്ടി നിന്റെ അഭിപ്രായം ഒന്നും ഉണ്ടായിട്ട് പറയല്ല. 10-20 കൊല്ലം 30 കൊല്ലം 40 കൊല്ലമൊക്കെ പാർട്ടി പ്രവർത്തിച്ച മനുഷ്യന്മാര് അവര് പോകുമ്പോൾ നല്ല നിലക്ക് ഒരു വിഷമമില്ലാതെ അവരുണ്ട് ഏത് പാർട്ടിയിലേക്കാ പോണത് അങ്ങോട്ട് ആക്കി കൊടുക്കുക എന്ന് പറയുന്ന മര്യാദ ചെയ്യാൻ ഏരിയ തലത്തിൽ യാത്രയപ്പ് സമ്മേളനം നടത്താൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സമയമായി എന്ന് മാർക്സിസ്റ്റുകാരും പറയാം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ല നിങ്ങൾ ആർക്ക് ജയിലിറക്കാം? ഇവിടെ ജയിലിറക്കുക ആളിലോട്ട് ജയിലിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ജയിലിൽ പോകേണ്ടത് കൂടുതൽ കുറ്റം ചെയ്തോന്നല്ലേ? അങ്ങനെയല്ലേ ഒരു നീതി? അങ്ങനെയാണെങ്കിൽ പിണറായി ആക്കല്ലേ ആദ്യം പോകേണ്ടത്? നിങ്ങൾ പറഞ്ഞു 374 കോടി റുപ്യ നമുക്ക് നഷ്ടമുണ്ടാക്കി 108 കോടിയൊക്കെ ഒരു അഡ്രസ്സും ഇല്ല. എന്തൊക്കെ നിസ്സാരാണോ ഇതൊക്കെ? എന്തെങ്കിലും പറഞ്ഞ് അങ്ങോട്ട് മാറ്റി പൈസക്ക് പൈസ വേണ്ടേ? 108 കോടിയുടെ ഇവിടെ ഒരു കിഴിവുണ്ടായാൽ ആ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാവൂലേ? അതിനൊരു കണക്ക് പറയണ്ടേ? എവിടെയാണ് 8 കോടി? എവിടെ? അതൊന്ന് പറയും. എന്നിട്ട് അതിനു വേണ്ടി രാജ്യത്തെ കോടതികൾ പറയുമ്പോൾ കോടതി എതിർക്കുക. അങ്ങനെ ഉണ്ടൊരു പാർട്ടി. അഴിമതി വിരുദ്ധ പ്രതിജ്ഞ ചെയ്ത നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? നിങ്ങളെ കുറിച്ച് ഞങ്ങൾ എന്താ മനസ്സിലാക്കി? പടച്ചോനെ, ഇറ്റിങ്ങളുള്ള കാലത്ത് ഒരു മനുഷ്യൻ ഇവിടെ അഴിമതി ചെയ്യാൻ പറ്റൂല എന്നല്ലേ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്? നമുക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്? ഒന്നായിട്ട് ഞാൻ നടത്തുന്നുണ്ട്, പിന്നെ നിങ്ങൾ ചില്ലറ നടത്തണ്ടെന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥമല്ലേ? അതല്ലേ കമ്മ്യൂണിസ്റ്റുകാരോട് പറഞ്ഞത്? 108 കോടി ഇവിടെ നഷ്ടപ്പെട്ടിട്ട് യാതൊരു ഇതില്ലാതെ ആള് നടക്കുക. ഇത് പറഞ്ഞോനെ മേത്തുക്ക് കയറുക അല്ലേ? ആ പാർട്ടി നിങ്ങൾ ആലോചിക്കാൻ ഇന്നിട്ട് ഇപ്പൊ ജയിലിൽ നിറക്കുക. ജയിലിൽ പോയി ആദ്യം പിണറായി നിറയണ്ടേ ജയിലിൽ പോയിട്ട്? അത് മാത്രമല്ലോ, ജയിൽ ഇവിടെ നിറഞ്ഞു കിടക്കല്ലേ?